നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് റിജോ. ഞാൻ കൊല്ലം കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടിപ്പം 2 മാസമായിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ച അന്ന് മുതൽ തന്നെ എൻ്റെ അപ്പൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അപ്പൻ നല്ലപോലെ മദ്യപിക്കുന്നൊരു വ്യക്തിയായിരുന്നു. വീട്ടിൽ സമാധാനമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിലൊത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ ഹംഗറിയിലേക്ക് പോകാനായിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കൊരു മാത്സിൻ്റെ എക്സാം ഉണ്ടെന്നുള്ള കാര്യം. 10 ക്വസ്റ്റ്യൻ 10 മിനിറ്റ് ആയിരുന്നു. സാധാരണ എല്ലാവരും കരുതി മാത്സിൻ്റെ അല്ലേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുമെന്ന്. ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ആദ്യമേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എനിക്കൊന്നും അറിയാത്തൊരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരുന്നത്. പക്ഷേ പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ ഉപ്പിരിപ്പുണ്ടായിരുന്നു. ആ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ക്വസ്റ്റ്യൻ എഴുതി 7 എണ്ണം എനിക്ക് കറക്റ്റായിട്ട് ശരിയാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ വിസയുടെ സമയത്തും എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ പേപ്പറുകളൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടിരുന്നില്ല. സ്റ്റുഡൻസ് വിസയായിട്ടാണ് പോകുന്നത്. പക്ഷേ ആ സ്റ്റുഡൻറ്റ് വിസയായിട്ടുള്ള ഒരു പേപ്പറുകളും എനിക്ക് കൃത്യസമയത്ത് കിട്ടിയിട്ടിരുന്നില്ല. പക്ഷേ ഞാൻ അവിടെ ചെന്നു. വിസയുടെ ആൾക്കാർ എന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ, ഇൻ്റർവ്യൂ കഴിഞ്ഞു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ അവിടെ നിന്ന് വിളിക്കുകയുണ്ടായി. എൻ്റെ അമ്മ ഡേറ്റ് വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ്, ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു. സാധാരണ എനിക്ക് മുമ്പ് പോയിരുന്നവരെല്ലാം 3 മാസം കൊണ്ട് 4 മാസം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് പോലും കിട്ടാതിരുന്നത് എനിക്ക് 2 ആഴ്ച കൊണ്ട് എൻ്റെ വിസ എനിക്ക് കിട്ടി. ദൈവസഹായത്തോടെ തന്നെ ഈ 13-ാം തീയതി എനിക്ക് പോകാനായിട്ട് സാധിക്കും. എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു. ഞങ്ങളൊരു ചെറുപ്പക്കാരായിരുന്ന സമയത്ത് മൊത്തം പള്ളിയിൽ ആദ്യമേയൊക്കെ നല്ലപോലെ ഇടപെട്ടിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങളെല്ലാം മാറി തുടങ്ങിയിരുന്നു. പള്ളിയിൽ ഏറ്റവും പുറകിലായിരുന്നു വന്ന് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ കൂടത്തിൽ ഒരുപാട് നേരം സമയം ചെലവഴിക്കാനും പള്ളിയിൽ പോയി നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും പറ്റുന്ന സമയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പള്ളിയിൽ കുറച്ചുകൂടെയൊക്കെ മുമ്പിലോട്ട് കയറി നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഒത്തിരി പേരോട് എൻ്റെ അനുഭവങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ ഓൾറെഡി ഇപ്പം വന്ന് ഉടമ്പടി എടുത്തു പോയിട്ടുണ്ട്. ഒരാളോട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എടുക്കാനായിട്ട് വരാനായിട്ട്. അങ്ങനെ 2 പേരോട് എൻ്റെ അനുഭവം പങ്കിടാനും അവർ വന്ന് ഉടമ്പടി എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്.